ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ബീഫ് വെച്ച് നല്ലൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. ബീഫ് ഫ്രൈയും കപ്പയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് ആവശ്യമായുള്ള വെജിറ്റബിൾസ്, തക്കാളി, സവോള, പച്ചമുളക് കാര്യങ്ങളൊക്കെ നല്ല ചെറുതാക്കി അരിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് നമുക്കൊരു കുക്കർ വെച്ചിട്ട് അതിനകത്തേക്ക് ഓയിൽ വെച്ചിട്ട് അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ അതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ സവാള ഇട്ടൊന്ന് വഴറ്റുക. പിന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ മസാലകൾ ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മളെ ബീഫ് കുട്ടന്മാരുണ്ടല്ലോ അതിനെടുത്ത് നമ്മൾ ഈ കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് അതും കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് പറയാൻ കാരണം നമുക്ക് ഈ ബീഫിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ കുറച്ച് വേവുമ്പോൾ. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് കണ്ടിട്ട് കുറച്ച് വെള്ളം, നമുക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. അധികം വെള്ളം വേണ്ടാത്ത, ഗ്രേവി വേണ്ടാത്തവരാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ വെച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റി ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമുക്കത് അത് നമ്മൾ വറവിടാനാണ്. വറവിട്ട് തേങ്ങാക്കൊത്തിട്ട് വറവിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ ബീഫ് സെറ്റായിട്ടുണ്ട്. ആ ബീഫ് എടുത്ത് നമ്മൾ ഈ വറവിലെ ഇട്ടൊന്ന് സെറ്റാക്കി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കപ്പയും വിളമ്പി അതിൻ്റെ മുകളിൽ ഈ ബീഫ് ഒഴിച്ച് തിന്ന് കൂട്ടിയാണ്ടല്ലോ എൻ്റെ പൊണ്ണുമക്കളെ റാഹത്താ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.